പരിശുദ്ധൻ നീ പരിശുദ്ധൻ
വചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥാനേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 10 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവം അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. പരിശുദ്ധ സുവിശേഷം 14 മുതലുള്ള തിരുവചനങ്ങൾ. ജാഗ്രതയോടും വിശ്വസതയോടും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ദൈവത്തിന് പ്രതിഫലം കൊടുക്കുവാൻ പരിശ്രമിക്കുക. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സഹോദരൻ അവരെ ബലമേൽപ്പിച്ചതുപോലെയാണ് സൂര്യരാജ്യം. അവൻ ഓരോരുത്തരെ കഴിവിനനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2, വേറെ ഒരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെടുന്നു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലകുഴിച്ച് യജമാന്റെ പണം വാങ്ങിച്ചു വെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർന്നു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസനുമായ ഭൃത്യൻ. അല്പകാര്യം വിശ്വസനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാന സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസനുമായ ഭൃത്യൻ. അല്പകാര്യം വിശ്വസനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാന സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ വിതയ്ക്കാതിൽ നിന്ന് കൊയ്യുന്നവൻ വിതാതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യൻ, ഞാൻ വിതയ്ക്കാതിൽ നിന്ന് കൊയ്യുന്നവൻ വിതാതിൽ നിന്ന് ശേഖരിക്കുന്നവനും ആണ് നീ മനസ്സിലാക്കിയിരുന്നുവല്ലോ. എന്നെ നാളെ നീ പണവ്യാപാരികളുടെ പകൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പരിഷ്കരിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്ന് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ഈ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക.
അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നമുക്കെല്ലാവർക്കും വിശ്വാസ പ്രതീക്ഷയോടുകൂടി കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നതെന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗാവകാശികളാവുകയും മരണവഴി ഞങ്ങൾ ഉയർത്തുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ തലത്തിൽ സഹകരണം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമായി അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധാടുകളെ കുറിച്ച് മറ്റൊരാൾ മോദിക്കുവാൻ കാരണമാകണമെന്ന് ഉദാഹരണ ഞങ്ങളുടെ സഹോദരങ്ങളെ വിശുദ്ധാടുകളുടെ മോദത്തിൽ പങ്കുകാരാക്കണമെന്ന് വിശുദ്ധാടുകളെ ഘോഷിക്കപ്പെട്ടവരും മരണാംശമായ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞാൻ അവസാന ദിവസത്തിൽ ഉയർത്തിനെൽക്കുവാൻ തരണമെന്ന് ലോകരോഗത്തിൽ തീരുമാനമാർഗം സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങളെ വിജയമാകണമെന്ന് വിശുദ്ധാസനോടുകൂടിയവനായ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കഥാപാത്രത്തിന് കാര്യമായ ദോഷം കഥാപാത്രത്തെ പരിണാമതരമായും ആത്മീയ നാമങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്കെല്ലാവർക്കും നാമയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. Sahagavasavami, Nammo Tunhagate.
എല്ലാവർക്കും വേണ്ടിയും ലോകസ്നായിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ ദ്വാരങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയും അവയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ വിധം എന്നോട് ദയതോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ശിവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ.
അവരുടെ സ്മരണയുള്ള